മലപ്പുറം ജില്ലയിൽ 3 വർഷത്തിനിടെ മുങ്ങി മരിച്ചവർ 375 പേരെന്ന് റിപ്പോർട്ട്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾക്ക് ഇരയാകുന്നത് കുട്ടികളാണ്. 56 കുട്ടികളുടെ മുങ്ങിമരണങ്ങളാണ് ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതോടെ ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കുന്നതിനായി ഹൈസ്കൂൾ 8ാം ക്ലാസ് മുതലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ പരിശീലനം നൽകാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. മലപ്പുറം ജില്ലയിൽ 2021 ജനുവരി മുതൽ 2023 ഡിസംബർ വരെയായി 375 മുങ്ങിമരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2021 108ഉം 22 140ഉം ഈ വർഷം 127 മുങ്ങിമരണങ്ങളുണ്ടായി. തിരൂർ, തിരൂരങ്ങാടി, പൊന്നാനി, പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. 56 കുട്ടികളുടെ മുങ്ങിമരണങ്ങളാണ് ഈ കാലയളവിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതോടെയാണ് വർദ്ധിച്ചു വരുന്ന മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കുന്നതിനായി ഹൈസ്കൂൾ 8ാം തരം മുതലുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും നീന്തൽ പരിശീലനം നൽകാനുള്ള തീരുമാനം. ജില്ലാ കളക്ടർ BR വിനോദിന്റെ അധ്യക്ഷതയിലായിരുന്നു സുപ്രധാന യോഗം. ക്രിസ്തുമസ് അവധി അടുത്ത സാഹചര്യത്തിൽ കുട്ടികൾ ജലാശയങ്ങളിൽ ഇറങ്ങി അപകടങ്ങളുണ്ടാക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതൊഴിവാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ആവശ്യമായ മുൻകരുതലെടുക്കണം. കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ക്രിസ്തുമസ് അവധിക്ക് മുൻപായി എല്ലാ സ്കൂളുകളിലും അസംബ്ലികൾ വിളിച്ചു ചേർത്ത് കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകണം. കുളിക്കടവുകൾ, കുളങ്ങൾ എന്നിവ വൃത്തിയാക്കുന്നതിനും ജലാശയങ്ങളുടെ കരകളിൽ സുരക്ഷാ ബോർഡുകൾ സ്ഥാപിക്കണം. ആവശ്യമുള്ള കുളങ്ങളിൽ പടികൾ നിർമ്മിക്കുന്നതിനും ജൈവവേലികൾ സ്ഥാപിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ DTPCയുടെ ലൈഫ് ഗാർഡുകളുടെ പ്രവർത്തനം ഊർജിതമാക്കും. മുങ്ങിമരണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ വീഡിയോ തയ്യാറാക്കി സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കാനും യോഗം തീരുമാനിച്ചു. പോലീസ്, അഗ്നിശമന സേന, വിദ്യാഭ്യാസം, വിനോദസഞ്ചാരം, IPRD തുടങ്ങിയ വകുപ്പുകൾ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കാളികളായി. മലബാർ ടൈംസ്, മലപ്പുറം.